ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കണവ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റ് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കാം. വെൽക്കം ടു ദ വീഡിയോ. കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്ന് ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് വെന്ത് കിട്ടണം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അഥവാ കണവ ചേർത്ത് കൊടുക്കാം. മസാല കൂന്തൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല നന്നായിട്ട് കൂന്തലിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടണം. ഈ 10 മിനിറ്റിനിടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കറി തിളച്ച് വെള്ളം വറ്റി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം വറ്റി കറി നന്നായിട്ട് കുറുകി കണവയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി കണവ നന്നായിട്ട് കുറുകി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇറക്കി വെക്കാൻ പോകുന്നത്. ഗ്രേവി വേണ്ടാത്തവർ കുറച്ച് നേരം കൂടെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.